ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ മൻമോഹൻ സിംഗ് അന്തരിച്ചു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ വ്യാഴാഴ്ച രാത്രി 8 മണിയോടെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചിരുന്നു. കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീട്ടിൽ കുഴഞ്ഞു വീണ അദ്ദേഹത്തെ രാത്രി 8 മണിയോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാത്രി 9:51 മരണം സ്ഥിരീകരിച്ചു. സൗമ്യതയും വിനയവും ലാളിത്യവുമായിരുന്നു മൻമോഹൻ സിംഗിന്റെ മുഖമുദ്ര. ഇന്ത്യയിലെ ഗ്രാമത്തിൽ നിന്ന് പ്രധാനമന്ത്രി പദം വരെ എത്തിയ ചൈത്രയാത്ര അസാമാന്യമായ കഠിന പ്രയത്നത്തിൻ്റെത് കൂടിയാണ്. മൻമോഹൻ എന്നും എപ്പോഴും അക്ഷോഭ്യനായിരുന്നു. വാക്കുകളിലല്ല, പ്രവൃത്തിയിലായിരുന്നു ശ്രദ്ധ. വിജ്ഞാനത്തിനൊപ്പം വിനയവും ലാളിത്യവുമായിരുന്നു കൈമുതൽ. ആ ജീവിതം നാം വിട്ടത് മുതലുള്ള പാഠങ്ങളായിരുന്നു നിശബ്ദമെങ്കിലും മൻമോഹന്റെ കരുത്ത്. നിലവിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ചാക്വാൾ ജില്ലയിലെ ഗാഹ് ഗ്രാമത്തിൽ 1932 സെപ്റ്റംബർ 26 മൻമോഹന്റെ ജന്മം. പിതാവായ ഗുർമുഖ് സിംഗ് ഉണക്കപ്പഴങ്ങളുടെ മൊത്ത കച്ചവടക്കാരനായിരുന്നു. ഗാഹിലെ സ്കൂളിലായിരുന്നു മൻമോഹന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. സ്വാതന്ത്ര്യാനന്തരം കുടുംബം അമൃത്സറിലേക്ക് കുടിയേറി. പഞ്ചാബ് സർവകലാശാലയിൽ നിന്നും ധനതത്വശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും 1ാം റാങ്കോടെ പാസ്സായി. കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് സർവകലാശാലകളിൽ നിന്നും ഉപരിപഠനം. പഞ്ചാബ്, ഡൽഹി സർവകലാശാലകളിൽ അധ്യാപകനുമായി. 3 വർഷം ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായി സേവനമനുഷ്ഠിച്ചു. 1972 ധനവകുപ്പിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി അദ്ദേഹം. 76 ധനമന്ത്രാലയം സെക്രട്ടറിയായി. 82 റിസർവ് ബാങ്കിന്റെ ഗവർണറായി. 85 രാജ്യാന്തര നാണ്യനിധിയുടെ ഇന്ത്യയുടെ ഡയറക്ടറായി. ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായും അദ്ദേഹം പ്രവർത്തിച്ചു. 1991 ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞെരുങ്ങുന്ന കാലം. ഇന്ത്യയുടെ കാര്യം പറയേണ്ടതില്ല. നരസിംഹറാവു ഗവൺമെന്റിന്റെ മുന്നിൽ ധനമന്ത്രിയായി ഒരേയൊരു പേര് മാത്രം. ഇന്ത്യയുടെ മുൻ റിസർവ് ബാങ്ക് ഗവർണറെ അവർ ധനമന്ത്രിയായി പ്രഖ്യാപിച്ചു. അന്ന് ഇന്ത്യയുടെ സാമ്പത്തിക തലവര മാറി. അതുവരെ ഇന്ത്യ കണ്ട സാമ്പത്തിക നയങ്ങൾ മുഴുവൻ മാറ്റി പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിച്ചു. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, LPG എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന 1991 ന്യൂ എക്കണോമിക് പോളിസി. അത് ഇന്ത്യയുടെ സാമ്പത്തിക തലവര തന്നെ മാറ്റിമറിച്ചു. ഇത് മുന്നിൽ നിന്ന് നയിച്ചത് ഇന്ത്യയുടെ ധനമന്ത്രി സാക്ഷാൽ മൻമോഹൻ സിംഗ്. അത്രമേൽ വിശ്വാസമായിരുന്നു കോൺഗ്രസിന് മൻമോഹൻ സിംഗിനെ. 1983 പിന്നീട് സിഖ് കൂട്ടക്കൊലകളുടെ പ്രായശ്ചിത്തമായി കോൺഗ്രസ് ഒരു സിഖുകാരനെ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചു. 2004 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സാക്ഷാൽ മൻമോഹൻ സിംഗ്. പിന്നീടും ലോകത്ത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ടായി. അപ്പോഴും ഇന്ത്യ പിടിച്ചു നിന്നു. കാരണം മൻമോഹനാണ്. ഓർഗനൈസ്ഡ് ലൂട്ട് ആൻഡ് ലീഗലൈസ്ഡ് പ്ലണ്ടർ എന്ന ഒരൊറ്റ വാചകം മതി മൻമോഹന്റെ വാക്കിന്റെ ശക്തി അറിയാൻ. ആ വാചകം ഭരണപക്ഷത്തെ പ്രതിസന്ധിയിലാക്കിയത് ചില്ലറയല്ല. അന്ന് നടത്തിയ ആ പ്രസംഗം ഭരണപക്ഷത്തെ പ്രതിസന്ധിയിലാക്കുക മാത്രമല്ല, പ്രതിപക്ഷത്തെ ഒന്നിച്ചു നിർത്താൻ കൂടി സഹായിച്ചു. മൻമോഹൻ അധികം സംസാരിക്കാറില്ല. പക്ഷേ സംസാരിച്ചപ്പോഴൊക്കെ അത് ചരിത്രമായിരുന്നു. മൻമോഹൻ സിംഗ് വിട പറയുമ്പോൾ ഇന്ത്യക്ക് നഷ്ടമാകുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ധനകാര്യ വിദഗ്ധനെയാണ്.